കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമിന് നിയക്കുട്ടി സ്കൂളിൽ ബട്ടർഫ്ലൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചാർട്ട് പേപ്പറുകളും ബാക്കിയൊക്കെ ഇരിപ്പുണ്ട്. ഇത്തവണ ടീച്ചർ സജസ്റ്റ് ചെയ്തത് ഫ്രൂട്ട് ആവാൻ വേണ്ടിയിട്ടാണേ. റെഡ് കളർ ചാർട്ടായിരുന്നു ആവശ്യം. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് യെല്ലോ ആയതുകൊണ്ട് അതിൽ റെഡ് കളർ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു കാർഡ്ബോർഡിലേക്ക് പശ തേച്ച് കട്ട് ചെയ്തെടുത്ത ചാർട്ട് പേപ്പറിനെ നമ്മളിതാ ഇതുപോലെ ഒട്ടിച്ചെടുത്ത് റെഡ് കളർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തേക്ക് യെല്ലോ കളർ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രോബെറി ആവാനാണ് കേട്ടോ കുട്ടീനെ സജസ്റ്റ് ചെയ്തത് ടീച്ചർ. ഞാനിവിടെ പെട്ടെന്നുള്ള വർക്കാണ് ചെയ്തത്. നാളെ കൊടുക്കണമെങ്കിൽ ഇന്ന് രാത്രി ഇരുന്നാണ് കേട്ടോ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറവുകളൊക്കെ എന്തായാലും ഈ വർക്കിനുണ്ടാവും. സ്ട്രോബെറിയുടെ കൂടെ ഇതുപോലൊരു ലീഫിൻ്റെ ക്രൗണും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ബൈൻഡിൽ കട്ട് ചെയ്തതിന് ശേഷം വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത്രയാക്കി ഫിനിഷ് ചെയ്ത് കൊണ്ടു കൊടുത്തപ്പോഴാണ് ടീച്ചർ പറയുന്നത് സ്ട്രോബെറിയുടെ ഇല വേണം. പിന്നെ ഗൂഗിളിൽ കയറി സ്ട്രോബെറിയുടെ ഇലയുടെ ഷേപ്പൊക്കെ സെർച്ച് ചെയ്ത് 2-3 ഇൻവിറ്റേഷൻ കാർഡൊക്കെ സംഘടിപ്പിച്ച് സ്ട്രോബെറിയുടെ ഇലയുടെ മോഡലൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് ഇതുപോലെ കംപ്ലീറ്റ് ആക്കി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞിൻ്റെ ദേഹത്തൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതിൽ 4 ഹോളൊക്കെ ഇട്ട് ചിരടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രോബെറിയുടെ ഫൈനൽ ലുക്ക് കിട്ടിയത്.